മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ മാതൃഭൂമിയിൽ ഒരു റെയിൽവേ അപകടത്തെക്കുറിച്ചും ആ അപകടം തരണം ചെയ്യാനായിട്ട് ജനങ്ങളും KSRTCയും പോലീസുകാരും എല്ലാവരും പരസ്പരം സഹായിച്ചതിനെക്കുറിച്ചും ഒരു വാർത്ത മാതൃഭൂമിയിൽ വായിച്ചപ്പോൾ സത്യത്തിൽ ആത്മാഭിമാനം തോന്നി. ഒരു പ്രശ്നം ഒരു സ്ഥലത്തോ ഒരു സമൂഹത്തിനോ ഒരു ജില്ലയിലോ സംസ്ഥാനത്തോ രാഷ്ട്രത്തിനോ വരുമ്പോൾ ജനങ്ങൾ എങ്ങനെ അത് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്തു, ഓഫീസർമാരും പോലീസും അത്ര ഗംഭീരമായിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്നു എന്നുള്ളതിന് ഈ വാർത്ത അഭിമാനം തോന്നുന്ന ഒരു വാർത്തയായതുകൊണ്ട് ഞാൻ വായിക്കുന്നു. കൈത്താങ്ങായിട്ട് KSRTC എന്നാണ് ടൈറ്റില് കൊടുത്തിരിക്കുന്നത്. കൊച്ചി തീവണ്ടികൾ റദ്ദാക്കിയത് മൂലം പാതി വഴിയിൽ കുരുങ്ങിയവർക്ക് ആശ്വാസമായത് KSRTC സർവീസ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ട്രെയിനുകൾ തൃശ്ശൂരിലും ഒറ്റപ്പാലത്തുമായി യാത്ര അവസാനിപ്പിച്ചു. തുടർന്ന് റെയിൽവേ ക്രമീകരിച്ച KSRTC ബസ്സുകളിലാണ് യാത്രക്കാർ എറണാകുളത്ത് എത്തിയത്. എറണാകുളത്ത് നിന്ന് ദീർഘദൂര യാത്രക്കാർക്കായി ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് KSRTC 27 ബസ്സുകളാണ് ഓടിച്ചത്. 12 സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും 15 AC ബസ്സുകളും അധികമായി ഓടിയത്. ഇതുകൂടാതെ എറണാകുളത്ത് നിന്നുള്ള ദീർഘദൂര ബസ്സുകൾക്കെല്ലാം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേകം സ്റ്റോപ്പ് ഏർപ്പെടുത്തിയിരുന്നു. പറവൂർ, ആലപ്പുഴ, മൂവാറ്റുപുഴ, എറണാകുളം ഡിപ്പോകളിലെ ബസ്സുകളാണ് സർവീസ് നടത്തിയത്. പ്രത്യേകം സാഹചര്യം കണക്കിലെടുത്ത് ബസ്സിന്റെ സമയക്രമത്തിലും മാറ്റങ്ങൾ വരുത്തി. അവധിയിൽ പ്രവേശിച്ച മുഴുവൻ KSRTC ജീവനക്കാർക്കും രാവിലെ തന്നെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. വിശ്രമമില്ലാതെ സർവീസ് നടത്താനുള്ള സാഹചര്യങ്ങൾ നിലവിൽ ഒരുക്കിയിട്ടുണ്ടെന്നും KSRTC അധികൃതർ അറിയിച്ചു. എന്നാൽ തിരക്ക് മൂലം പലർക്കും ബസ്സിൽ കയറാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി. KSRTCക്ക് പുറമെ പ്രൈവറ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും റെയിൽവേ സജ്ജമാക്കിയിരുന്നു. പ്രത്യേകം ഏർപ്പെടുത്തിയ ബസ് സർവീസിന്റെ ചെലവ് പൂർണ്ണമായും റെയിൽവേയാണ് വഹിക്കുന്നതെന്ന് സ്റ്റേഷൻ മാനേജർ V. രോഹിത് അറിയിച്ചു. തൃശൂർ നിന്ന് എറണാകുളം സൗത്തിലെത്തിയവർക്ക് തീവണ്ടി നോർത്ത് സ്റ്റേഷനിൽ നിന്നായിരുന്നു. ഇവർക്ക് നോർത്ത് സ്റ്റേഷനിലേക്ക് എത്താൻ സൗകര്യമൊരുക്കാതിരുന്നത് പ്രതിഷേധത്തിനിടയാക്കി. തുടർന്ന് പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട എല്ലാ യാത്രക്കാരെയും പോലീസ് വാനിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. വളരെ സാധാരണയായിട്ട് തോന്നാവുന്ന ഒരു വാർത്തയാണെങ്കിലും KSRTCയും പോലീസ് വണ്ടികളും സാധാരണക്കാരും പ്രൈവറ്റ് വണ്ടികളും റെയിൽവേയും എല്ലാവരും മിനിറ്റുകൾ കൊണ്ടും മണിക്കൂറുകൾ കൊണ്ടും ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ദുരന്തം ഒഴിവായി. മാത്രമല്ല, ആ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ മദ്രാസിൽ നിന്ന് വരുന്ന വണ്ടി ഏതാണ്ട് വളരെ 200 മീറ്റർ അപ്പുറത്ത് സിഗ്നൽ കൊടുക്കാത്തത് കൊണ്ട് അത് നിർത്താൻ സാധിച്ചു. അതായത് റെഡ് സിഗ്നൽ കൊടുത്ത് ആ വണ്ടി നിർത്താൻ സാധിച്ചു. എല്ലാവരും കൂടി ചേർന്ന്, എല്ലാ വിഭാഗം ജനങ്ങളും ചേർന്ന് ഒരു പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയാണെന്നും ആ പ്രശ്നം ലീവിൽ പോയവരെ എല്ലാം അതിരാവിലെ ജോയിൻ ചെയ്യാൻ വിളിക്കുകയും അവരെല്ലാം വരികയും ഇത്രയും അധികം സർവീസ് നടത്തുകയും സർവീസ് പോരാതെ വന്ന സ്ഥലത്ത് പ്രൈവറ്റ് വണ്ടി ഉപയോഗിക്കുകയും അത് രണ്ടും പോരാതെ വരുമ്പോൾ പോലീസ് വണ്ടി ഉപയോഗിക്കുകയും എല്ലാം ചെയ്തിട്ട് മിനിറ്റുകൾ കൊണ്ട് ഒരു പ്രശ്നം പരിഹരിച്ചു. ഇതേപോലൊരു വാർത്ത ഇന്നലത്തെ മാതൃഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു വലിയ തുണിക്കട നടത്തുന്ന സ്റ്റോറിൽ തീ പിടിച്ചപ്പോൾ സാധാരണക്കാരും പോലീസുകാരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ആ തീ അണയ്ക്കാനും അതിനുള്ള സാധനങ്ങൾ മാറ്റാനും എല്ലാം കൂടി ശ്രമിച്ചത്. അവിടുത്തെ ആ ജനലൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഫയർഫോഴ്സുകാർക്ക് അകത്തേക്ക് കയറാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തതൊക്കെ ജനങ്ങളാണ്. അപ്പം ജനങ്ങൾ വെറും സാക്ഷികളായി നിൽക്കുക, പോലീസ് നിയമപരിപാലനം മാത്രം നടത്തുക, വണ്ടികൾ അവരവരുടെ റൂൾ അനുസരിച്ച് മാത്രം ഓടുക. ഈ സിസ്റ്റത്തിൽ നിന്ന് മാറി ജനങ്ങളും പോലീസും പ്രൈവറ്റ് വണ്ടികളും ഗവൺമെൻറ് വണ്ടികളും റെയിൽവേയും സംഘടനകളും എല്ലാവരും ഒരുമിച്ച് വന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. ഒരു 3 ആഴ്ച മുമ്പ് ആലപ്പുഴയിൽ ഒരു പാലത്തിൻ്റെ മുകളിൽ ഇന്റർലോക്ക് ബ്രിക്കിടുന്ന ഒരു പണി നടക്കുമ്പോൾ 3 ദിവസം
ആ ഇന്റർലോക്ക് ബ്രിക്കിടാൻ വേണ്ടിയിട്ട് ആ പാലം അടച്ചിട്ടിരുന്നു. ആ വലിയ പാലത്തിൽ കൂടെ മാത്രമേ വലിയ ട്രക്കുകൾ പോവുള്ളൂ. ആ ട്രക്കുകൾ വേറെ ഒരു സ്ഥലത്തും ആലപ്പുഴയിൽ വളയ്ക്കാൻ പറ്റില്ല. ആ ട്രക്കിൽ വന്ന ജോലിക്കാർക്ക് കയ്യിൽ പൈസയും ഇല്ല, അവർ പട്ടിണിയായി. ശരിക്കും അവിടെയുള്ള ഹെഡ് ലോഡ് വർക്കേഴ്സും അവിടെയുള്ള ജോലിക്കാരും അവിടെയുള്ള കടക്കാരും അവിടെയുള്ള നാട്ടുകാരുമാണ് ഈ വലിയ ട്രക്കിലെ ജോലിക്കാർക്ക് രാവിലത്തെ ഭക്ഷണം, താമസിക്കാൻ സൗകര്യം, ഉച്ചക്കലത്തെ ഭക്ഷണം, ചായ, വൈകുന്നേരത്തെ ഭക്ഷണം, ഉറങ്ങാനുള്ള സൗകര്യം എല്ലാം കൊടുത്തത്. ഈ റോഡിൽ ഇന്റർലോക്ക് ബ്രിക്കിട്ട് തീരുന്നത് വരെ ഈ ഓണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് വന്ന സ്കൂട്ടറും ബൈക്കും കാറും എല്ലാം കൊണ്ടുവരുന്ന വലിയ ട്രക്കർ അപ്പുറത്ത് തന്നെ കിടക്കേണ്ടി വന്നു. അത് തിരിക്കാനും പറ്റില്ല, മാറ്റാനും പറ്റില്ല. അത്രയും നേരം അവിടെ കിടന്നപ്പോൾ അതിൻ്റെ ജോലിക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നാട്ടുകാർ ചെയ്തു കൊടുത്തു. ശരിക്ക് നമ്മുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കുക, അതിന് ഗവൺമെന്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയോ MLA വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയോ തലയ്ക്ക് സുഖമില്ലാത്ത കുറേ മന്ത്രിമാർ വന്ന് തോന്നിയവാസന്മാരി ഓരോന്ന് പറയാൻ ഇടവരുത്തുകയോ ചെയ്യുന്നതിന് പകരം ജനങ്ങൾ തന്നെ അതിൽ മുന്നിട്ടിറങ്ങി ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കാണുന്നു. ഒരു പക്ഷേ ദേശസ്നേഹത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടാണ് ഈ ട്രെയിൻ ആക്സിഡൻ്റ് ആയാലും അല്ലെങ്കിൽ തുണിക്കടയ്ക്ക് തീ കത്തിയതായാലും റോഡിൽ ഇന്റർലോക്ക് ബ്രിക്കിടുമ്പോഴത്തേക്കും വാഹനങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരികയും എല്ലാം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു. പണ്ട് അമേരിക്കയിലെ ന്യൂയോർക്കില് ഒരു ട്രാഫിക് ലൈറ്റ് ഒരു അരമണിക്കൂർ നേരത്തേക്ക് പണിമുടക്കി എന്ന് കേട്ടിട്ടുണ്ട്. ട്രാഫിക് ലൈറ്റ് ഒരു അരമണിക്കൂർ നേരത്തേക്ക് അത് റെഡും ബ്ലൂവും അല്ലെങ്കിൽ റെഡും ഗ്രീനും യെല്ലോയും വരാത്തൊരവസ്ഥ. നല്ല തണുപ്പുമാണ്. അപ്പോൾ ഇങ്ങനെ റൂട്ടിൽ ആയിരക്കണക്കിന് വണ്ടികൾ നിൽക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല തണുപ്പുണ്ട്. ഈ കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നത് ഓഫ് ചെയ്താൽ തണുത്ത് കോച്ചി വലിച്ച് അകത്തുള്ളവർ മറന്നുപോകും. ഓൺ ചെയ്താൽ അതിനകത്തുള്ള പെട്രോൾ തീരും. രണ്ടും പറ്റാതെ, ഓഫ് ചെയ്യാനും പറ്റില്ല, ഓൺ ചെയ്യാനും പറ്റാതെ കിലോമീറ്റർ കണക്കിന്, ഡസൻ കണക്കിന് കിലോമീറ്റർ ദൂരം ഈ വാഹനങ്ങൾ നിർത്തിയിട്ടപ്പോൾ ഇന്ത്യക്കാരാണ്, ആ റോഡ് സൈഡിൽ താമസിക്കുന്ന ഇന്ത്യക്കാരാണ് ഈ വാഹനങ്ങളിലുള്ളവരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഭക്ഷണവും ബാക്കിയെല്ലാം കൊടുക്കുകയും അവർക്ക് എനർജി ഹീറ്റ് സപ്ലൈ ചെയ്യുകയും എല്ലാം ചെയ്തത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്കാരെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്തു. അമേരിക്കക്കാരെ ഇവരെ ഒന്നും വീട്ടിനകത്ത് കയറ്റാൻ അത്ര ധൈര്യപ്പെട്ടില്ല. നമുക്ക് നമ്മുടെ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അതിഥി ദേവോ ഭവ. അപ്പോയിൻമെന്റ് എടുക്കാതെ വീട്ടിലേക്ക് കയറി വരുന്ന ആളെയാണ് അതിഥി എന്ന് പറയുക. അവരെ വീട്ടിനകത്തിരുത്താനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരോട് കുശല പ്രശ്നങ്ങൾ നടത്താനും അവർക്കുള്ള സൗകര്യം കൊടുക്കാനും ഒന്നും ഭാരതീയരെ ആരും പഠിപ്പിക്കേണ്ട എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ ന്യൂയോർക്കിലെ ഈ അനുഭവം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെയും അതേപോലെ ആർക്ക് വേദനയും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോഴും വിശപ്പുണ്ടാവുമ്പോഴും രോഗം ഉണ്ടാവുമ്പോഴും സഹായിക്കാനുള്ള വലിയൊരു മനസ്ഥിതി ഇപ്പോൾ വീണ്ടും വികസിച്ചു വരുന്നു. ചെറിയ ചെറിയ നെഗറ്റീവുകൾ അവിടെയായിട്ട് കാണുന്നുണ്ടെങ്കിലും എന്ന് എടുത്തു പറയാൻ ഈ വാർത്ത ഞാൻ ഉപയോഗിക്കുന്നു. പ്രണാമം, നമസ്കാരം.